നമസ്കാരം. ഗ്ലോബൽ ഫയർ പവർ റാങ്കിംഗ് അനുസരിച്ച് ലോകത്തെ ഏറ്റവും വലിയ 4ാമത്തെ സൈനിക ശക്തി എന്ന നേട്ടം നിലനിർത്തിയിരിക്കുകയാണ് നമ്മുടെ രാജ്യം. US, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഇന്ത്യക്ക് മുന്നിലുള്ളത്. ഇന്ത്യ 4ാം സ്ഥാനം ഇക്കുറിയും നിലനിർത്തിയിട്ടുണ്ട്. എന്തായാലും ഗ്ലോബൽ ഫയർ പവർ റാങ്കിംഗ് പ്രകാരം ഇന്ത്യയുടെ പവർ ഇൻഡെക്സ് സ്കോർ എന്ന് പറയുന്നത് 0.1023 ആണ്. US-ന്റേതാവട്ടെ 0.0699, റഷ്യയുടേത് 0.07002, ചൈനയുടേതാവട്ടെ 0.0706 എന്നിങ്ങനെയും രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ മൊത്തം 145 രാജ്യങ്ങളുടെ പട്ടികയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇന്ത്യയുടെ അയൽ രാജ്യമായ പാകിസ്ഥാൻ 9ാം സ്ഥാനത്തും അതിനോടൊപ്പം തന്നെ ഇറ്റലി 10ാം സ്ഥാനത്തും ഈ പട്ടികയിൽ തന്നെ ഇടം പിടിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് ദക്ഷിണ കൊറിയ, UK, ജപ്പാൻ, തുർക്കി എന്നീ രാജ്യങ്ങളും ആദ്യ 10 എന്ന ഒരു നിലയിലേക്ക് ഉയർന്നിട്ടുണ്ട്. സൈനിക വിഭവങ്ങൾ, പ്രകൃതി വിഭവങ്ങൾ, വ്യവസായം, ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ, ലഭ്യമായ മാനുഷിക വിഭവം എന്നിവ ഉൾപ്പെടെ നിരവധി പാരാമീറ്ററുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ രാജ്യങ്ങളൊക്കെ വിലയിരുത്തിക്കൊണ്ട് ഇത്തരത്തിൽ ഏറ്റവും വലിയ സൈനിക ശക്തി ഏത് എന്ന് തീരുമാനിക്കുന്നത്. നമുക്കറിയാം, സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ബ്രിട്ടീഷുകാർ നമ്മുടെ രാജ്യത്ത് ഉപേക്ഷിച്ച് പോയ ഏതാനും ആയുധങ്ങൾ മാത്രമേ ഇന്ത്യക്ക് മുതൽക്കൂട്ടായി ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം നിരന്തരമായി നമ്മൾ റഷ്യയിൽ നിന്നും മറ്റും ആയുധങ്ങൾ വാങ്ങാൻ തുടങ്ങി. പക്ഷേ അന്നും നമ്മുടെ സാമ്പത്തിക ഞെരുക്കം കാരണം റഷ്യ ഉപയോഗിച്ച് തീർന്ന സെക്കൻഡ് ഹാൻഡ് ആയുധങ്ങൾ മാത്രം, അത്തരത്തിലുള്ള യുദ്ധവിമാനങ്ങൾ മാത്രമേ ഇന്ത്യക്ക് അന്ന് അക്വയർ ചെയ്യാൻ പറ്റിയിരുന്നുള്ളൂ. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. നമ്മുടെ ഒരു ആത്മനിർഭർ ഭാരതിന്റെ ഭാഗമായി തന്നെ നമ്മൾ തദ്ദേശീയമായി വിവിധ മിസൈലുകളും യുദ്ധവിമാനങ്ങളും ഒക്കെ വികസിപ്പിക്കുന്നുണ്ട്. അത് മറ്റു രാജ്യങ്ങളിലേക്ക് വിൽപ്പന പോലും നടത്തുന്നുമുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള ഒരു വലിയ മാറ്റം രാജ്യത്തിന് സംഭവിച്ചിരിക്കുന്നു. അതും ഈ ചെറിയ ഒരു കാലയളവിനുള്ളിൽ തന്നെ. ഇക്കുറിയും 4ാം സ്ഥാനത്ത് തന്നെ ഇന്ത്യ തുടരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായി. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.